ഹലോ അസ്സലാമു അലൈക്കും ഗായ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൽമാസാണ്. അപ്പോൾ കണ്ണൂക്കാർ പറയും കൽമാസ് കണ്ണൂക്കാരതല്ല. കൽമാസ് 40 കൊല്ലം മുമ്പ് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്നു. കൽമാസ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്നു. അന്നൊരു റംസാൻ മാസത്തിൽ അന്ന് കല്ലുമക്കായി ഇട്ടിട്ടാണ് കൽമാസ് ഉണ്ടാക്കിയത്. അന്ന് കല്ലുമക്കായി ഇട്ടിട്ടാണ് കൽമാസ് ഉണ്ടാക്കിയത്. ഇന്നത്തെ വെറൈറ്റി ഇന്നത്തെ ആളുകൾ അത് ചിക്കനായിട്ടും മുട്ടയായിട്ടും മട്ടനായിട്ടും ബീഫായിട്ടും ഇട്ടിട്ടാണ് കൽമാസ് ഉണ്ടാക്കുന്നത്. പക്ഷേ 40 കൊല്ലം മുമ്പ് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത്. കണ്ണൂക്കാർ അവകാശപ്പെടുന്നത് ഞങ്ങളെ കണ്ണൂക്കാരെ പുതിയ ആപ്പിളമാരെ കൽമാസ അല്ല, തെറ്റാണത്. 40 കൊല്ലം മുമ്പ് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്നു കൽമാസ് നീലേശ്വരത്ത്. അപ്പോൾ ഞാൻ ആ കല്ലുമക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് വിവരിച്ചു തരാം. അപ്പോൾ കല്ലുമക്ക ഇങ്ങനെ ഒരു ബോൾ പിടിച്ചിട്ട് കുറച്ച് പരത്താം. അപ്പോൾ അതിൽ ഇന്ന് ഞാൻ ചിക്കൻ മസാലയാണ് വെക്കുന്നത്. അടിപൊളി ചിക്കൻ മസാലയാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ ചിക്കൻ മസാല നമുക്ക് നുറക്കാം. ഓക്കെ, നമ്മൾ കായാടി ഉണ്ടാക്കുന്നില്ല, അതുപോലെ നുറച്ചിട്ട് ഒന്ന് ഫിനിഷിങ് ആക്കല്, 2 സൈഡ് ഒന്ന് ഫിനിഷിങ് ആക്കല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വിരലോട് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അകലാണ്. അപ്പോൾ ഇതാണ് കൽമാസ് കണ്ടോ, ഇതാണ് കൽമാസ്. അത് ആവിയിലാണ് വേവിക്കണ്ടേ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാവ് ഒരു ബോൾ എടുക്കുക, എന്നിട്ടത് നമ്മൾ സാധാരണ പത്തലിൽ പരത്തുന്നില്ല, കയ്യോട് ഇട്ടിട്ടല്ലോ. നമ്മൾ കാസർഗോഡെല്ലാം കയ്യോട് വെച്ചിട്ടില്ല, 10 പരത്തല്ലേ. അപ്പോൾ കാസർഗോഡിൻ്റെ സ്റ്റൈലാണ് ഇന്നത്തെ കൽമാസ്. ഓക്കെ, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളെല്ലാം ലൈക്ക് അടിക്കണേ, മറന്നക്കല്ല. നോമ്പിൻ്റെ തിരക്കിൽ മറന്നക്കല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് മടക്കിയിട്ട് നല്ല 2 സൈഡ് ഫിനിഷിങ്ങെല്ലാം ഒട്ടിച്ചിട്ട് ആക്കി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് കൽമാസ്. ഇതിനാണ് കണ്ണൂക്കാർ പറഞ്ഞത് ഞങ്ങളെ കൽമാസ് ഒരു ഞങ്ങളെ കൽമാസമല്ല പെണ്ണുങ്ങളെ. നമ്മളെ ഉന്നക്കായ ഉണ്ടാക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഫിനിഷിങ്.
അതാണ്ട കൽമാസ്. ഇതിൽ പത്തിൻ്റെ പൊടി, കുറച്ച് ജീരകം, വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് ഒരു നുള്ളു മൈദ, തേങ്ങ ഇതെല്ലാം അരച്ചിട്ട് അങ്ങ് ഇതാക്കിയിട്ട് ഇട്ടാൽ മതി. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആദ്യം തന്നെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. ചിക്കൻ്റെ മസാല എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ റോളിന്, ചിക്കൻ കട്ട്ലേറ്റിക്ക്, പിന്നെ അങ്ങനെയുള്ള സാധനം ഉണ്ടാക്കുന്നില്ല, അതുപോലത്തെ മസാല ഉണ്ടാക്കിയാൽ മതി. മസാല ഒന്ന് ടേസ്റ്റ് വേണമെന്ന് വയ്ക്കും. അപ്പോൾ ഞാൻ ഈ ആവിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട്. വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൽമാസിൻ്റെ പണി കഴിഞ്ഞിട്ടാണ്. കുറച്ച് ലേറ്റായിപ്പോയി. വേറെന്തെല്ലാം പണി ഉണ്ടായിരുന്നു, അത് ലേറ്റായിപ്പോയി. അപ്പം ഞാൻ മുമ്പ് ദുബായിൽ വെച്ചിട്ടുണ്ടാക്കിയിരുന്നു കൽമാസ്. ദുബായ് ദർബാറിൽ വെച്ചിട്ടുണ്ടാക്കിയിരുന്നു. അതായത് 2012 തോന്നുന്നു. 2012 ഞാൻ ദുബായിൽ വെച്ചിട്ടുണ്ടാക്കിയിരുന്നു. അപ്പം അതിന് ശേഷം ഞാൻ സൗദിയിൽ വന്നപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം അത് ഉണ്ടാക്കുന്നുണ്ട്. സൗദിയിൽ വെച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു സെറ്റായി. ആവിയിലേക്ക് വെക്കാനുള്ള ഒരു സെറ്റായി. അപ്പോൾ ഞാൻ ആവിയിൽ വെക്കുന്നു. ഇവിടെ ആവിച്ചപ്പില്ല. ഈ കടയിൽ ആവിച്ചപ്പില്ല. ഇതിൽ മറ്റേ ഇട്ടിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ അതിലാണ് ഉണ്ടാക്കുന്നത്. ഇട്ടിൻ്റെ പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നത്. ആവിച്ചമ്പായിരുന്നു സുഖം. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് പഠിച്ചോട്ടോ. അറിയാത്ത ആൾ, അറിയുന്ന ആൾ ഒരുപാടുണ്ട്. യൂട്യൂബ് ചാനൽ കാണുന്ന ആൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അറിയുന്ന ആളുണ്ട് ഇഷ്ടംപോലെ. അപ്പം അറിയാത്ത ആൾ ഒന്ന് ഉണ്ടായിക്കോട്ടോ. ഞാൻ 2 ദിവസം ഒരു മിനി ഷവർമ ഉണ്ടാക്കിയിരുന്നു. അതിൽ കുറേ ആൾ കമൻറ്റ് അടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മോഡൽ ഞങ്ങൾ ഉണ്ടാക്കിക്ക എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വന്നിരുന്നു. അത് കമൻറ്റ് വന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നും, അതുപോലെ തന്നെ പിന്നെ ഇവിടെ കർണാടകത്തു നിന്ന് മംഗലാപുരത്തിൻ്റെ അടുത്ത് നിന്നുള്ള ഒരാൾ വന്നാണ് കമൻറ്റ് വന്നത്. ഞങ്ങളുണ്ടാക്കി നോക്കി അടിപൊളിയായിരുന്നു എന്ന് കമൻറ്റ് വന്നിരുന്നു.
നമ്മളെ പുരയിലുണ്ടാക്കുമ്പോൾ വലിപ്പം ചെറുപ്പൊന്നും പ്രശ്നമില്ല, നമ്മൾ തന്നെ കഴിക്കണ്ടല്ലേ. ഇതിപ്പോൾ കടയല്ലേ, കടയിലാകുമ്പോൾ അതിനൊരു കണക്കുണ്ടാവും, അളവും മീറ്ററും എല്ലാം ഉണ്ടാവുമല്ലോ. കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കണക്കുകളെല്ലാം ഉണ്ടാവും, ഇത്ര വെയിറ്റ് ഇത്ര ഇത് എന്നാൽ മുതലാളിമാർക്കൊന്നും കിട്ടണമല്ലോ. അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കും, അങ്ങനെല്ലാം ഉണ്ടാക്കും. നമ്മൾ പുരയിലുണ്ടാക്കുവാനും പ്രശ്നമില്ല, കാരണം കൂടിയാലും പ്രശ്നമില്ല, കാരണം കുറഞ്ഞാലും പ്രശ്നമില്ല, അതിലാർക്കും പരാതി ഉണ്ടാവില്ല. അപ്പോൾ ഇതല്ല, കടയിലാകുമ്പോൾ അതിനെ കറക്റ്റായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ടൈം കുടിക്കും കടയിലുണ്ടാക്കുമ്പോൾ, അതിന് ഫിനിഷിങ്ങും ഇതെല്ലാം എടുക്കുമ്പോൾ. പുരയിലുണ്ടാക്കുമ്പോൾ പിന്നെ ഫിനിഷിങ്ങിന് പ്രശ്നമില്ല, മണ്ണ കഴിക്കുന്നതല്ലേ. എൻ്റെ ഉമ്മ 40 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിരുന്നു. എൻ്റെ ഉമ്മ ഇപ്പം മരണപ്പെട്ടു. 2005 ഏപ്രിൽ 27-ാം തീയതിയാണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടത്. അള്ളാഹു എൻ്റെ ഉമ്മാനെ ഖബറിന് പുറത്തു കൊടുക്കട്ടെ. എൻ്റെ ഉമ്മാക്ക് അവലിടിക്കലായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ പണി. ഞങ്ങളെല്ലാം പോറ്റി വളർത്തിയത് എൻ്റെ ഉമ്മ. ഞങ്ങൾ 8 മക്കളെ പോറ്റി വളർത്തി അവലടിച്ചും കൊണ്ടായിരുന്നു. അവലടിച്ചിട്ടായിരുന്നു എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി പണിയുണ്ടായത്. അവലടിച്ചിട്ടായിരുന്നു. വാപ്പമാരായിരുന്നു അവൽ വിൽക്കൽ കൊണ്ടായിട്ട്. അന്ന് അങ്ങനെ ഇടിച്ച് പോറ്റിയതായിരുന്നു. വാപ്പ കടലിൽ പോയിട്ട് മത്സ്യം പിടിച്ചിട്ട് ഉമ്മ അവലടിച്ചിട്ടുമായിരുന്നു ഞങ്ങൾ 8 മക്കളെ പോറ്റിയത്. അൽഹംദുലില്ലാഹ് ഇന്ന് 8 മക്കൾക്കും ആ അറിവ് ഇന്നും ഉണ്ട്. ആ മറന്നിട്ടൊന്നുമില്ല, എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് വളർന്നത് എന്നുള്ള ഓർമ്മ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ആ ഓർമ്മ എന്നും മനസ്സിലുണ്ട്. നമ്മളെ ഉമ്മ ഇങ്ങനെയാണ് നമ്മളെ വളർത്തിയത്, നമ്മളെ വാപ്പ ഇങ്ങനെയാണ് വളർത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഒരാൾക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. കുറച്ച് പണം കൂടുമ്പം നമ്മൾ കുറച്ച് അഹങ്കാരമെല്ലാം കൂടുന്നു. പക്ഷേ നമ്മൾക്കല്ല, ഞങ്ങളെ 8 മക്കൾക്കെന്നല്ല, ഞങ്ങളെ 8 മക്കൾക്ക് എല്ലാവർക്കും അത് ആ ജീവിതത്തെ പഠിപ്പിച്ച പാഠങ്ങൾ മറന്നിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇടിക്കുന്ന ഇത്താർന്നാന്ന് മറ്റേ നമ്മുടെ നാട്ടിലെ മറ്റുള്ള മതസ്ഥക്കാർ എൻ്റെ ഉമ്മാനെ വിളിക്കൽ ഇടിക്കുന്ന നെയ്ത്താർന്നത്, ഇടിക്കുന്ന നെയ്ത്താർന്നാണ് വിളിക്കൽ. അവരിടിക്കുന്ന നെയ്ത്താർന്നാണ് വിളിക്കൽ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ടത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ അവലിടിക്കുന്ന കാലങ്ങളിൽ നിന്ന് മറ്റുള്ള അവലുകൾ വന്നപ്പം അവലിടിക്കൽ നിർത്തി. എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിക്ക്, എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി മരിച്ചു. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ് ഇതിൻ്റെ അടുത്ത് ഒരു 10-20 ദിവസം മുമ്പ് SI മരണപ്പെട്ട അബൂബക്കർ പോലീസ്. ഇൻഷാ അല്ലാഹ് അവൻ്റെയും ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. എൻ്റെ ഒരു 5-6 മാസം മൂത്തതാണവൻ. നമ്മളെ കുടുംബത്തിൽ അപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. മറ്റേ മരുമക്കളിലും ജ്യേഷ്ഠന്മാരുടെ മക്കളും മരുമക്കളിലും ഇഷ്ടംപോലെ ഉണ്ട്. പല മോഡൽ അച്ചാറുകൾ ഉണ്ടാക്കുന്ന ആളുണ്ട്, അപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുണ്ട്. അപ്പോൾ ഇന്ന് റംസാൻ പകുതിയിലേക്ക് എത്തിയിരിക്കുന്നു. 15ാമത്തെ റംസാൻ എന്ന്. സൗദിയിൽ 15ാമത്തെ റംസാൻ. നമ്മുടെ നാട്ടിൽ 14ആണെന്ന് തോന്നുന്നു. സൗദിയിൽ ഇന്ന് 15ാമത്തെ റംസാൻ. 15 റംസാനാണ് കടന്നുകൊണ്ട് പോകുന്നത്. 14 കഴിഞ്ഞ് 15ാമത്തെ റംസാനിലേക്ക് നമ്മൾ ഏകദേശം പകുതി ഭാഗമായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി റംസാൻ ആകെ 15 ദിവസത്തേക്കും, ഇനി 2 വെള്ളിയാഴ്ചയിലും. ഇനി ആകെ 2 വെള്ളിയാഴ്ച നമുക്ക് കിട്ടാനുള്ളൂ. സമയമായി, ലോറിന് പള്ളിയിൽ പോകാനായി, ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ ഈ പണി ഫിനിഷാക്കണം. അപ്പോൾ ഇങ്ങനെ ഫിനിഷിങ്ങിൽ വേണം കേട്ടോ, നല്ല ഫിനിഷിങ് വേണം. ഫിനിഷിങ് നിങ്ങൾ ഇത് നമുക്ക് ഇതിനെന്താക്കണോ, ഇനി
ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മസാല ആക്കിയിട്ട് അതിൽ നിന്ന് പൊരിക്കണം. അങ്ങനെ കല്ലുമ്മക്കായി പൊരിക്കുന്നില്ലേ, അതുപോലെ പൊരിക്കണം. അപ്പോൾ രണ്ടാമത്തെ ട്രൈയും ഇൻഷാ അല്ലാ ആയിരിക്കുന്നു. അപ്പോൾ അതും കൂടി ആവിയിലേക്ക് വെക്കാം. അപ്പം ഇത് കൂടുതൽ മുട്ടിയിലാണ് ഉണ്ടാക്കല്. കണ്ണൂർക്കാരിൽ മുട്ടിയിലാണ് ഉണ്ടാക്കല്. കണ്ണൂർ ജില്ലയിൽ മുട്ടിയിലാണ് ഉണ്ടാക്കല്. നമ്മൾ കാസർഗോഡ് തളങ്കര, മായിപ്പാടി, ആരിക്കാടി, അതുപോലെ തന്നെ നായന്മാർമുല, അതുപോലെ തന്നെ ബോയിക്കാനം, അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ചിക്കനും ബീഫിനോട് തന്നെ ഉണ്ടാക്കല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ അറിയപ്പെടുന്നത് തലശ്ശേരി മാത്രമേ. അത് കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ല തന്നെ. കാസർഗോഡ് ജില്ല തന്നെ പിന്നെ കാസർഗോഡ് ജില്ലക്കും ഒരുപാട് ഐറ്റങ്ങൾ. പടന്നീരെല്ലാം അപ്പത്തിൻ്റെ 5 മാലാട്ടിയാണ്, ഭയങ്കരമാണ്. പല മോഡലും. കേരളത്തിൽ തലശ്ശേരി ആണെങ്കിലും, പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തലശ്ശേരി ആണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ അപ്പങ്ങളും ബിരിയാണികളും കാസർഗോഡ് ജില്ലക്ക് തന്നെ. പല മോഡൽ കറികൾ, പല വെറൈറ്റി കറികളെല്ലാം ഉണ്ടാക്കുന്നത് കാസർഗോഡ് ജില്ലക്കാർ. അത് കാസർഗോഡ് ജില്ലയെന്ന് വെച്ചാൽ എവിടുന്നാന്ന് വെച്ചാൽ പിന്നെ നീലേശ്വരം, കാഞ്ഞങ്ങാട്, അതുപോലെ തന്നെ ബേക്കലം, പിന്നെ കളനാട്, മേൽപ്പറമ്പ്, ഇങ്ങനെയുള്ള സ്ഥലത്താണ് കൂടുതൽ ഇതുണ്ടായത്. പിന്നെ മസാല എന്ന് വെച്ചാൽ ഉള്ളി ഒന്ന് ചെറുങ്ങനെ വാട്ട,
നന്ന് ഫ്രൈ ആക്കാണ്ട്. അതിനുശേഷം ഒരു തക്കാളി കട്ട് ചെയ്തിട്ടാം. പിന്നെ പച്ചമുളക്, പിന്നെ ഗരം മസാല, കുരുമുളക്, ചിക്കൻ മസാല. ചിക്കനാണെങ്കിൽ ചിക്കൻ മസാല, ബീഫാണെങ്കിൽ മീറ്റ് മസാല, മുട്ടയാണെങ്കിൽ എഗ്ഗ് മസാല. അത് ചേർത്ത് കുറച്ച് മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി മസാല. കൂടുതൽ വാട്ടിയെടുക്കരുത്. ഇട്ട് കഴിഞ്ഞാൽ ഒരു വെള്ളം പോലെ ചളിപൊടിയാവും. അപ്പം ഈ മസാലയുടെ അകത്ത് നമുക്ക് ഫിനിഷിങ്ങിലേക്ക് കിട്ടില്ല. അപ്പം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ 2-3 കുറവുണ്ട്. ഇൻഷാല്ലാ എന്നായി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയായി. 7, 14, 20. അപ്പോൾ നമ്മുടെ പരിപാടിയായി. 3ാമത്തെ ട്രെയും കൂടി ആയി. അപ്പോൾ ഒന്ന് അടുപ്പ് കയറ്റി വെച്ചിട്ട് അപ്പോൾ ആവിയിൽ വെച്ചിരിക്കുകയാണ്. ആവിയിൽ വെച്ചു. അതിലുണ്ടോ